നമസ്കാരം. സർദാർജിയോട് ഒരാൾ ചോദിച്ചു, എന്തുകൊണ്ടാണ് പടക്കം പൊട്ടുമ്പോൾ നമ്മൾ വെളിച്ചം ആദ്യം കണ്ടതിന് ശേഷം ശബ്ദം പിന്നീട് കേൾക്കുന്നത്? അപ്പോൾ സർദാർജി പറഞ്ഞു, അത് നമ്മുടെ കണ്ണുകൾ മുന്നിലും ചെവി വശങ്ങളിലുമായതുകൊണ്ടാണ്. ചെവികൾ വശങ്ങളിലായതുകൊണ്ട് മാത്രം എല്ലാം വൈകി മാത്രം കേൾക്കുകയും വെളിച്ചം കാണുന്ന ദിക്കിലേക്ക് നോക്കി വെറുതെ ചിരിക്കുകയും ചെയ്യുന്ന ഒരു സഖാവാണ് പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ. മാഷിൻ്റെ അത്ര സിദ്ധിയും ബുദ്ധിയുമുള്ള ഒരു സെക്രട്ടറി കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഉദയം കൊണ്ടിട്ടില്ല. ചടയൻ ഗോവിന്ദനിൽ നിന്നും ഈ ഗോവിന്ദനിലേക്കുള്ള ദൂരം ഒരു പ്രകാശ വർഷമാണ്. ആശയപരവും സൈദ്ധാന്തികവുമായ എത്രയെത്ര പ്രതിസന്ധികളിൽ പെട്ടിട്ടും ഒരു ചെറുപുഞ്ചിരിയിൽ എല്ലാം ഒതുക്കാൻ ഗോവിന്ദൻ മാഷിന് കഴിയുന്നുണ്ട്. ശരിക്കും തന്നെത്താൻ ട്രോൾ ചെയ്യുന്ന ഒരു സഖാവാണ് ഈ സെക്രട്ടറി. എന്തുകൊണ്ടാണ് മാഷെ സ്വർണ്ണക്കൊള്ളയിൽപ്പെട്ട നേതാക്കൾക്കെതിരെ പാർട്ടി നടപടിയെടുക്കാത്തത്? അതോ മാധ്യമങ്ങൾക്ക് തലക്കെട്ടിടാനുള്ള അവസരം നൽകാതിരിക്കാൻ? തലക്കെട്ടുകളില്ലാതെ വല്ലാത്ത പ്രതിസന്ധിയിലാണോ അപ്പോൾ മാധ്യമപ്രവർത്തകർ? മനോരമയും മാതൃഭൂമിയും ഒക്കെ നിത്യവും വിളിച്ചു ചോദിക്കും ഗോവിന്ദൻ മാഷിനോട്, ഇടാൻ കൊള്ളാവുന്ന ഒരു തലക്കെട്ട് തരുമോ മാഷെ എന്ന്. സ്വർണം കട്ടവൻ ആരപ്പ എന്ന പാട്ടിലെ വരി കടമെടുത്താലും ഒരു ഉഗ്രൻ തലക്കെട്ടാകില്ലേ ഗോവിന്ദ? സ്വർണ്ണക്കള്ളന്മാരെ പാർട്ടി പുറത്താക്കിയാൽ അതിൻ്റെ അർത്ഥം എന്തായിരിക്കും? സുപ്രീം കോടതി പറഞ്ഞാൽ പോലും സഖാക്കളുടെ നീതി മറ്റൊന്നാണ്. പത്മകുമാറിനെതിരെ ഇപ്പോൾ പാർട്ടി നടപടിയെടുത്താൽ ഉടൻ മനോരമ എഴുതും, കണ്ടോ, സ്വർണ്ണക്കൊള്ളയിലെ പ്രതികൾക്കെതിരെ പാർട്ടി നടപടിയെടുത്തു. അകത്ത് കിടക്കുന്നവരെ പുറത്താക്കാതെ സംരക്ഷിച്ചാൽ ഇവരെന്തോന്ന് എടുത്തു വെച്ച് എഴുതിക്കൊണ്ടിരിക്കും. കൊള്ളയുമായി അവർക്ക് ബന്ധമുണ്ടോ, സൂക്ഷ്മതക്കുറവുണ്ടോ, ജാഗ്രതക്കുറവുണ്ടോ എന്നീ കാര്യങ്ങളിലെല്ലാം വ്യക്തതയുണ്ടായ ശേഷമേ പാർട്ടി അവർക്കെതിരെ നടപടിയെടുക്കൂ. മറ്റു പാർട്ടികളിലാണെങ്കിൽ അവർക്കുള്ള ഉത്തരവുകൾ അപ്പോൾ കൊടുക്കുന്നതാണ് CPM ശൈലി. രാഹുൽ മാങ്കൂട്ടം പോകുന്ന ദിക്കിൽ ഏതെങ്കിലും സ്ത്രീകൾക്ക് ഓക്കാനമോ ഛർദിയോ ഉണ്ടായാലും ഗർഭചിത്രം നടന്നാലും ഉടൻ KPCC മറുപടി പറയണമായിരുന്നു. എന്തായാലും കേരളത്തിലെ പ്രതിപക്ഷം പോഴന്മാരും ഗാന്ധി മാർഗത്തിൽ ചരിക്കുന്നവരുമായതിനാൽ പിണറായി തികഞ്ഞ ഭാഗ്യവാനാണ്. ഉമ്മൻചാണ്ടി ഭരിക്കുമ്പോഴായിരുന്നു അയ്യപ്പൻ്റെ സ്വർണത്തിന് ചെമ്പ് തെളിയുന്ന സൂക്കേടുണ്ടായതെങ്കിൽ എന്താകുമായിരുന്നു ഈ കേരളത്തിലെ ഒരവസ്ഥ? അന്നത്തെ അലൂമിനിയം അഴിമതി ഇതുവരെ സഖാക്കൾ വിട്ടിട്ടുമില്ല. കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ മുൻ ബോർഡംഗം N വിജയകുമാർ തിരുവല്ലം ലോക്കൽ കമ്മിറ്റി അംഗമാണ്. സഖാവ് പറഞ്ഞിടത്ത് ഞാൻ ഒപ്പിട്ടു എന്നല്ലാതെ അനക്കൊന്നും അറിയില്ല എന്നാണ് ഈ ലോക്കൽ സഖാവ് പറയുന്നത്. സ്വർണം മോട്ടിക്കുന്നവന് ലോക്കൽ കമ്മിറ്റിയെന്നോ ജില്ലാ കമ്മിറ്റിയെന്നോ ഉണ്ടോ എന്ന് AK ബാലൻ തമാശയായിട്ടാണെങ്കിലും പറഞ്ഞു തോർക്കുന്നു. ഇനിയിപ്പോൾ ധൃതി വെച്ച് നടപടി ഒന്നും വേണ്ട ഗോവിന്ദൻ മാഷെ. കഴിഞ്ഞ ദിവസം 2 മണിക്കൂറാണ് കടകംകൊള്ളിയെ ചോദ്യം ചെയ്തത് SIT. അധികം വൈകാതെ പുളകംകൊള്ളി സുരേന്ദ്രനും അകത്താകുന്ന ലക്ഷണങ്ങൾ തെളിയുന്നുണ്ട്. അങ്ങനെ ഓരോന്നിനെ പുറത്താക്കാൻ തുടങ്ങിയാൽ ലോക്കലും ജില്ലയും സംസ്ഥാന കമ്മിറ്റിയും ഒക്കെ പുറത്തു പോകേണ്ടി വരും. ഇപ്പോഴും മനസ്സിലാകാത്തത് ഒന്നുണ്ട്, ഈ പത്മകുമാറിനെ സ്വർണ്ണക്കൊള്ളയ്ക്ക് പ്രേരിപ്പിച്ച ആ ദൈവതുല്യൻ ആരാണ്? ആ ദൈവതുല്യനെ വിശ്വസിച്ചവൻ്റെ എല്ലാം ദുർഗതി കാരാഗ്രഹവാസമാണല്ലോ ഭഗവാനെ. ആ ദേവതുല്യന് 2 കാലും 4 കൈയും 3 തലയുമുണ്ടോ? ദൈവത്തിൻ്റെ അവതാരമായി ഭൂമിയിൽ പിറന്നയാളാണോ? ശബരിമല അയ്യപ്പനേക്കാളും വലിയ ഏതോ ദൈവമുണ്ട് പത്മകുമാറിൻ്റെ ഉള്ളിൽ. അകത്ത് ചെന്നതിന് ശേഷം എന്തെങ്കിലും ഒരു വർത്തമാനം പത്മകുമാർ പറഞ്ഞതേയില്ല. അതാണ് അച്ചടക്കമെന്ന് പറയുന്നത്. ഞാൻ പലതും വിളിച്ചു പറയുമെന്ന് പറഞ്ഞിട്ടാണ് അകത്ത് പോയത്. സർക്കാരിനെക്കുറിച്ച് ജനങ്ങൾക്ക് നല്ല അഭിപ്രായമാണെന്നാണ് ഗോവിന്ദൻ ഇപ്പോൾ പറയുന്നത്. പാർട്ടി കമ്മിറ്റി അത് ശരിവെക്കുകയും ചെയ്തു. പാർട്ടിയെക്കുറിച്ചും ജനത്തിന് നല്ല അഭിപ്രായമാണ്. ഇങ്ങനെ വെളുക്കും വരെ കട്ടിട്ടും ജനങ്ങൾ ഈ സർക്കാരിനെ പറ്റി നല്ല അഭിപ്രായം പറയുന്നത് എന്തുകൊണ്ടാണെന്ന് കേൾക്കാൻ ഗോവിന്ദൻ നമ്മുടെ വീടുകളിലേക്ക് ആളെ വിടാൻ തീരുമാനിച്ചു. ജനുവരി 15 മുതൽ 22 വരെ നേതാക്കളും പ്രവർത്തകരും നമ്മുടെ വീട്ടിൽ വരും. നമുക്കുള്ള എല്ലാ തെറ്റിദ്ധാരണകളും അവർ മാറ്റിത്തരും. രാവിലെ വരാൻ ഇടയില്ല. അടുപ്പിൽ അരി തിളയ്ക്കുന്ന സമയം ഒഴിവാക്കും. അതിനുശേഷം പിണറായിയുടെ കേരള യാത്രയുണ്ട്. എല്ലാവരോടും യാത്ര പറയാനുള്ള വരവായിരിക്കും അത്. 3 മാസത്തിനിടയിൽ സാധിച്ചെടുക്കാവുന്ന ഒരുമാതിരിപ്പെട്ട ആഗ്രഹങ്ങളൊന്നും ഇനിയില്ല പിണറായി വിജയൻ്റെ ജീവിതത്തിൽ. പുതിയ കാറ് വരുമ്പോൾ അതിലൊന്ന് കയറണം. അടുത്ത മുഖ്യമന്ത്രിയായി ഗോവിന്ദൻ വരുന്നത് കാണാനുള്ള കാത്തിരിപ്പിലാണ് കേരള ജനത. ഞാൻ പാർട്ടി സെക്രട്ടറി ആയ ശേഷമാണ് ചിരിക്കാൻ തുടങ്ങിയതെന്ന് പറഞ്ഞ ആളാണ് ഗോവിന്ദൻ. ഇപ്പോൾ ചിരി നിർത്താനും പറ്റുന്നില്ല.